ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും നമ്മുടെ കുട്ടി കുടുംബന്മാർ വീട്ടിലുള്ള ഒരു ദിവസമാണ്. പക്ഷേ ഇന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, രണ്ടാൾ മുകളിലിട്ട് പൂട്ടി, ഒരാൾ താഴെ ഇട്ട് പൂട്ടി. കാരണം പണിക്കാരുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഇന്നും 4 പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത പണി അങ്ങോട്ട് അവസാനിപ്പിക്കണ്ടേ. എന്നിട്ടും കുറച്ച് അവിടെ ഇവിടെയും ചെറിയ പണികൾ ബാക്കിയുണ്ട്. അത് ആ ചേച്ചി അവർ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല മിടുക്കി ആയിട്ടുള്ളൊരു എന്താ പറയുക, മഞ്ജുള എന്ന പേര്, നല്ല മിടുക്കത്തി. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു. സാധാരണ ഞാൻ ബാക്കിൽ പോയിട്ട് ഗുഡ് മോർണിംഗ് പറയാറുള്ള പതിവ്. അപ്പോൾ ഇന്ന് ഇവർ മുൻപിലാണല്ലോ, ഇവിടെ കൂട്ടിലാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചപ്പോൾ അവർ 3 പേരും അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, കൂട് നല്ല വലിയ കൂടാണ്. അപ്പോൾ അവിടെ കിടന്നിട്ട് അവിടുന്ന് ഒരു കുര, പതുക്കെ ഒരു ചെറിയൊരു കുര, അതായത് ഞങ്ങളിവിടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ആയാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഇടയിൽ എപ്പോഴോ ഒരു കുര കുറച്ചു. അപ്പോൾ ഞാനിങ്ങനെ മുറ്റത്ത് നിന്നിട്ട് കുറയ്ക്കരുത്, നല്ല മക്കളായിട്ട് കിടന്നുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒരനക്കവും കേട്ടില്ല. അപ്പോൾ ഇന്ന് പകൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ആൾക്കാർ വന്ന സമയത്ത്, പിന്നെ റോട്ടിൽ കൂടെ ആൾക്കാർ പോകുമ്പോൾ അത് പിന്നെ അവരുടെ ഡ്യൂട്ടിയാണല്ലോ കുറയ്ക്കുക എന്നുള്ളത്. അല്ലാണ്ട് പോയതിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് വന്ന ആ മഞ്ജുള ഇന്ന് വരണത് മെയിനായിട്ട് പുല്ല് പറിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് കാര്യമായിട്ട് പുല്ല് പറയും കാര്യങ്ങളൊന്നും നടന്നില്ല. എന്നാലും വീട് മാക്സിമം പറ്റാവുന്ന പോലെ പുറത്തൊക്കെ അവർ വൃത്തിയാക്കിയിട്ടോ, ഓരോ സംഭവങ്ങൾ എടുത്തിട്ടും വൃത്തിയാക്കി. പിന്നെ ഇന്ന് അൽക്കുലത്ത് പണികളായാലും കാണാത്ത കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ 2 പേര് ഈ വശത്തേക്ക് നിന്നു. അതായത് കിണറിൻ്റെ അവിടെ ഒരു തിണ്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സോളാറിൻ്റെയും അവർ കുത്തിപ്പൊളിച്ചപ്പോൾ നമ്മളുടെ വീട് ശരിക്കും പറഞ്ഞ് ഇത് 3ാമത്തെ തവണയാണ് കേട്ടോ. ഫസ്റ്റ് തവണ ഒരു തുടക്കത്തിൽ മതിലൊന്ന് വീണുണ്ടായിരുന്നു. അപ്പുറത്തെ പറമ്പിൽ പൊക്കിളിനുകൊണ്ട് മരങ്ങൾ മുറിച്ചപ്പോൾ മരങ്ങൾ ഇങ്ങനെ വലിച്ചിട്ടപ്പോൾ അതിൻ്റെ വേര് കൊണ്ടിട്ട് ബാക്കിലെ ഇത് അങ്ങനെ തന്നെ വീണുണ്ടായിരുന്നു. പിന്നെ രാത്രിയാണ് കുറേ ആൾക്കാർ കൂടി ഒന്നിച്ച് നിന്ന് മഴയത്ത് കെട്ടിപ്പൊക്കിയത്. രണ്ടാമത് മറ്റേ അംഗൻവാടിയുടെ വശത്ത് മതിലൊന്ന് ഇതുപോലെ വിണ്ടു നിന്ന് ഇങ്ങനെ ഒരു വിള്ളൽ കണ്ടപ്പോൾ നമ്മൾ പേടിച്ചിട്ട് വേഗം അത് മറ്റേ എന്താ പറയുക അഴിച്ച് രണ്ടാമത് വാർത്ത് ഇടുക ചെയ്ത്. 3ാമത് സോളാർ വന്നപ്പോൾ ഒന്ന് കുത്തിപ്പൊക്കി, സോളാറിന് വേണ്ടിയിട്ട് കുത്തിക്കൊഴിച്ചു. ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ശരിക്കും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെ ഇത് ഇങ്ങേ വശമാണ്. ഇങ്ങേ വശത്താണ് ശരിക്കും നമ്മൾ പൈപ്പുകളും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ശരിക്കും തുറന്നത്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ എല്ലാ ബ്ലോക്കുകളും കാര്യങ്ങളും ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കി. ഇതാ കണ്ടോ, എൻ്റെ മക്കളിൽ നിന്ന് നോക്കണം കണ്ടോ. അപ്പോൾ അവിടെയാണ് ശരിക്കും. അവിടെ നിന്ന് ജസീര അവിടെ നിന്ന് ഞാൻ മുമ്പൊക്കെ വർത്താനം പറയും, അവിടെ നിന്ന് ലൂവിക്ക വാങ്ങിക്കും. അപ്പോൾ ഇവിടെയാണ് കൂട് കേട്ടോ. അപ്പോൾ അവരെന്നെ നോക്കുകയാണ് കണ്ടോ. എനിക്ക് പാവം തോന്നി, വിളിക്കണതാണ്, അവർ ഒറ്റക്കുരയിൽ വിളിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് 3 പേർക്കും കൂടി നിൽക്കാവുന്ന നല്ല വലിയ കൂട് തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസം കേട്ടോ. കാരണം കുഞ്ഞു കൂട്ടിലൊക്കെ ആണെങ്കിൽ അവർക്കത് ശീലമല്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് 3 പേർക്കും 3 കമ്പാർട്ട്മെൻറ്റ്, 4 പേർക്കും 4 മെത്ത പോലെയായിരുന്നു ഇവിടെ, നിങ്ങൾക്കറിയാലോ. പക്ഷെ ഇപ്പം അതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ സമാധാനത്തിൽ ഓരോന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ എണീറ്റു. എനിക്കിന്ന് പതിവില്ലാണ്ട് അറിയില്ല, ഒരു 6:30 ആയപ്പോഴേക്കും ഞാൻ എണീറ്റു. എന്താണെന്ന് അറിഞ്ഞൂടെ, 2-3 ദിവസമായിട്ട് ഉറക്കമില്ലാത്ത പോലെയാണ്. അപ്പോൾ അങ്ങനെ എണീറ്റ് ഞാൻ പതിവുംപടി നടയിൽ മെഴുതിരി കത്തിച്ചു, മാതാവിൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ എൻ്റേതായ ഞാൻ ആദ്യം എണീക്കുന്ന ദിവസമാണ് നിങ്ങൾ ഇതൊക്കെ കാണുക കേട്ടോ. അല്ലാത്ത ദിവസം കുട്ടികളാണ് എണീക്കുക. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയല്ല. അപ്പോൾ പിള്ളേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമാധാനത്തിൽ എണീറ്റ് വന്നാൽ മതി. കാരണം എണീറ്റ് വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, കുട്ടികളിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലിട്ട് ചിറ്റിക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ പേരിൽ സമാധാനത്തിൽ എണീറ്റ് വരാവും. പിന്നെ ഫുഡൊന്നും വെക്കാൻ പറ്റില്ല രാവിലെ, കാരണം മോട്ടർ ഓഫ് ചെയ്യും, പിന്നെ മറ്റേ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെയാണ് സ്ഥാപിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളുടെ 2 കുറ്റീൻ്റെ, അപ്പോൾ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ നമ്മളുടെ ഇവിടെ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം പണ്ടത്തെ നമ്മുടെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം ഇതൊക്കെ ഇവിടെ ഉള്ളത്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തത്തിൽ അലങ്കോലപ്പെട്ട് കിടക്കല്ലേ. അപ്പോൾ എനിക്ക് തന്നെ ചില സമയത്ത് സങ്കടം തോന്നും. കാരണം അത്രയും ഭംഗിയിൽ കിടന്നിരുന്ന വീട് ഇപ്പോൾ ഒന്നല്ലാണ്ട് കിടക്കണം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഒന്ന് എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നമ്മൾ ചെടിയാണ് ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു കെട്ടാണ്. പിന്നെ ചവിട്ടുപടി ശരിക്കും പണിയാണ്. ചവിട്ടുപടിയുടെ അപ്പുറത്ത് കണ്ടു നിറച്ച് ചെടികൾ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ പട്ടികളായാലും കുട്ടികളായാലും നടക്കുമ്പോൾ വീഴാണ്ടിരിക്കാൻ ഞാൻ ചെടിച്ചട്ടി വെച്ച് തിക്കി വെച്ചേക്കായിരുന്നു, ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് വീഴാണ്ടിരിക്കാൻ. അതുപോലെ ഇങ്ങേ സൈഡായാലും അതെ. അപ്പം ഇത് ഇവിടെയൊക്കെ ഇനിയിപ്പോൾ ഒന്ന്
നിങ്ങൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ഭയങ്കര വ്യത്യാസങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വേപ്പ് നമ്മൾ ചട്ടിയിലിട്ടുണ്ടായിരുന്നു, അസലായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇനി നല്ല രീതിയിൽ മാറ്റണം. അപ്പോഴാണ് ഇവിടെ കിച്ചൻ്റെ അവിടെ ഒരു ചോർച്ച കണ്ടത്. അപ്പോൾ തൽക്കാലം പൈപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ എന്നെ പണി കഴിയുമ്പോൾ നല്ല ഇതിൽ ഇടും, പൈപ്പ് ഇടാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡാഡി നമ്മുടെ പിള്ളേർസിന് പാല് കൊണ്ടുപോയി കൊടുത്ത് വരുമ്പോൾ അതേ ബക്കറ്റിൽ കുറച്ച് പുളി പൊട്ടിച്ചു കൊണ്ടുവന്നത്, ഇരുമ്പം പുളി. സ്വതവേ ജെസ്സി ഉള്ളപ്പോൾ ഇരുമ്പം പുളി, രൂപിക്ക ഇതൊക്കെയാണ് അവിടെ നിന്ന് കൊണ്ടുവരുക. മാങ്ങ, ഡിംപിൾ ശരിക്കും ഗർഭിണിയായിരിക്കുമ്പോൾ ജെസ്സിയുടെ മാങ്ങയാണ് അധിക ഭാഗം കൊണ്ടുവന്നിട്ടുള്ളതും കഴിച്ചിട്ടുള്ളതൊക്കെ കേട്ടോ. പിന്നെ പഴം, അവിടെ എന്തുണ്ടായാലും ജെസ്സി അങ്ങനെയാണ്. പക്ഷേ എന്തോ ജെസ്സിക്ക് അവിടെ എന്താ പറയുക, അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് നാൾ അങ്ങനെ കൂടി നിൽക്കാനുള്ള യോഗമില്ല. എപ്പോഴും ജെസ്സിക്കും യാത്രയാണ്, ഒന്നെങ്കിൽ മോൻ്റെ അവിടേക്ക് അല്ലെങ്കിൽ മോളുടെ അവിടേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള സമയം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ ഈ വശത്ത് നമ്മുടെ സുബ്രഹ്മണ്യവും പിന്നെ റാംകിയും കൂടിയിട്ടാണ് ഇവിടെ കെട്ടുന്നുണ്ടായിരുന്നത്. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫാമിലിയാണ്, ഒരു ഭാര്യയും ഭർത്താവും പിന്നെ ഇളയച്ചൻ, അവരുടെ ബന്ധുക്കൾ, അങ്ങനെ 4 പേര് കൂടി ഒരു വീടെടുത്തിട്ടാണ് താമസിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്കൊരു പണിയുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനെക്കുറിച്ചും നല്ല വിവരമുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ പൈപ്പൊക്കെ പൊട്ടിക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു, പൈപ്പിൻ്റെ അവിടെയൊക്കെ കുത്തി പൊട്ടിക്കുമ്പോൾ. കാരണം അറിവില്ലാത്തവരാണെങ്കിൽ അതൊക്കെ പൊട്ടി നശിച്ചു പോകും. പക്ഷേ ഇവരങ്ങനെയല്ല, നല്ല എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടിയുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം പിടിച്ച് വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വേഗം കുട്ടി കുട്ടി പാത്രങ്ങളിൽ വെള്ളം പിടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ തങ്കമണി എന്നാണ് ഈ ചേട്ടൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടെയൊക്കെ പെണ്ണുങ്ങൾക്കാണ് ചേട്ടാ ആ പേര് എന്ന് പറഞ്ഞപ്പോൾ വേറെ ഒരു പേരും കൂടി പറഞ്ഞു, എന്നിട്ടാണ് അതിൻ്റെ കൂടെ തങ്കമണി എന്നുള്ളത് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഓൾറെഡി മറ്റേ ഇതുണ്ടായിരുന്നു, നമ്മളുടെ നെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നെറ്റിൻ്റെ മുകളിൽ നമ്മൾ ഫിഷ് ടാങ്ക് വെച്ച കാരണം നമുക്കത് എന്താ പറയുക പൊന്തുണ്ടായിരുന്നില്ല. പക്ഷേ ഫിഷ് ടാങ്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റിയോട് കൂടിയിട്ട് ആ നെറ്റ് പൊന്തി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു നെറ്റും കൂടി ഇട്ടിട്ട് അവർ നല്ല വൃത്തിയിൽ ചെയ്തു. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ നെല്ലിക്ക, നമ്മുടെ മധുര നെല്ലിക്ക, അതിന് പേര് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പറയാം. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു വെറുതെ നിൽക്കണം, എനിക്ക് പണിയൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ഇതിനാകുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ പാത്രവും കഴുകണ്ട, കാരണം ഇത് കുറച്ച് സമയം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ അതിൻ്റെ പണി നോക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, നെല്ലിക്ക ആവിയിൽ വെച്ച് ഒന്ന് വേവിക്കുക. വേവിച്ചതിന് ശേഷം അതൊന്ന് കുത്തി ഓട്ടയാക്കാം. നല്ലോണം വെന്താൽ അതിൻ്റെയും ആവശ്യമില്ല, എന്നാലും ഓട്ടയാക്കി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം. അത് കഴിഞ്ഞ് നമ്മുടെ എന്തുട്ടാണ് പനങ്കൽക്കണ്ട ഉണ്ടല്ലോ, അത് 2 സ്പൂൺ വെള്ളത്തിൽ നല്ലോണം ഉരുക്കിയതിന് ശേഷം ഈ ആവിയിൽ വേവിച്ച നെല്ലിക്ക അതിലിട്ട് നന്നായി ഇളക്കി കുറേ സമയം ഇളക്കുമ്പോൾ അതിലത്തെ നീരൊക്കെ ഇതിലേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞ് നമ്മളത് മാറ്റി വയ്ക്കുക. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ് പരുവം. അങ്ങനെ അതേ തോമു എണീറ്റ് വന്നേക്കാണ്. തോമു ചാക്കോച്ചൻ, പാച്ചു ഇപ്പോഴും എണീറ്റിട്ടില്ല. അപ്പോൾ അങ്ങനെ എനിക്കും ഡാഡിക്കും കഴിക്കാനുള്ള ദോശ മാത്രം തൽക്കാലം നടത്തറ സെൻറ്ററിൽ നിന്ന് വാങ്ങിയിട്ട് വന്നു. കുട്ടികൾ എണീക്കുമ്പോൾ സമാധാനത്തിലാവട്ടെ വെച്ചിട്ട് കണ്ടു. ഇപ്പോൾ എൻ്റെ കിണറിൻ്റെ ആ വശം കണ്ടില്ലേ, അവിടെ ഒരു വരി ഒരു കല്ല് വെച്ചിട്ട് ഒരു ഇതുമാക്കി വെച്ചു. അപ്പോൾ ഞാൻ പാച്ചുവിനെ എടുത്തതിന് ചാക്കോച്ചൻ്റെ ദേഷ്യവും സങ്കടമാണ് ഈ കാണുന്നത്. അവനെ ഒഴിച്ച് വേറെ ആരെയും നമ്മൾ എടുക്കാൻ പാടില്ല എന്നാട്ടോ. അപ്പോൾ അതിനുള്ള വാശിയല്ല, ഒരു കിണുങ്ങൽ, ഒരു കൊഞ്ചൽ. അങ്ങനെ അത് കഴിഞ്ഞതേ കുട്ടികൾക്കുള്ള ഭക്ഷണം റെഡി ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പനിൽ നിന്നാണ് ഓർഡർ ചെയ്യാറ് സാധാരണ. അപ്പോൾ ഇന്ന് അവിടുത്തെ രാമശ്ശേരി ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത്രേ. അപ്പോൾ നമ്മുടെ രാധാകൃഷ്ണൻ എന്നാണ്. അപ്പോൾ അവിടുത്തെ ചമ്മന്തി ഭയങ്കര സ്പെഷ്യലാണ്. വടയും ചമ്മന്തിയും സാമ്പാറാണ് വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പം ഞാൻ ഓൾറെഡി ദോശ കഴിച്ച കാരണം ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് സാമ്പാറും കുറച്ച് ചമ്മന്തിയൊക്കെ വെറുതെ ഇങ്ങനെ തൊട്ടുകൂട്ടി, വേറെ പണിയൊന്നുമില്ലല്ലോ, അപ്പോൾ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഡോൺ പോയി. ഡാഡി പിന്നെ ഫുൾ ടൈം പണിക്കാരുടെ കൂടെ ആയിരുന്നു കേട്ടോ. ഡാഡിക്ക് ശരിക്കും വയ്യാണ്ടായി. അത് കഴിഞ്ഞത് ഇവിടെ ഒരു തിണ്ട്, ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുമ്പ് ചെറുതായിട്ട്, അതായത് സോളാർ ചെയ്ത സമയത്ത് ഇവിടെയൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. ആലക്കുകളിലൊക്കെ പൊളിച്ചപ്പോൾ അവരൊന്നല്ലാണ്ട് അവസാനത്തെ ദിവസം ഇവർക്കൊരു തിക്കും തിരക്കാണല്ലോ, വെറുതെ ഒരു കഷ്ണം ഇങ്ങനെ വെറുതെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളം മഴ പെയ്യുമ്പോൾ മൊത്തം ഇങ്ങോട്ട് തേറ്റി വരുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഇത് കെട്ടിയതാണ് കേട്ടോ. ഇത് നമ്മളുടെ പട്ടിക്കൂടിൻ്റെ സ്ലാബ് ഒരെണ്ണം എടുത്തപ്പോൾ ശരിക്കും നടു ഒടിഞ്ഞു പോയി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു സാരമില്ല, ഇപ്പോൾ ഇവർ 3 പേരല്ലേ ഉള്ളൂ, 3 പേർക്ക് 3 കള്ളി മതി. 4ാമത് ചന്തുവിൻ്റെ കള്ളിയായിരുന്നു, പിന്നെ ഇപ്പോൾ പ്രസവത്തിൻ്റെ കള്ളിയായിരുന്നു. അപ്പോൾ അതൊന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് വേണ്ട, ഇങ്ങനെ 3 കള്ളി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പാച്ചുവിനെ എവിടേക്ക് നീങ്ങാൻ പറ്റണില്ലല്ലോ.
അപ്പോൾ അവൻ ദേ കുഷിയനൊക്കെ എടുത്തിട്ട് കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഡിംപിളിനെ സാരിയുടെ വീഡിയോ ഒന്ന് ഞാൻ എടുത്തു കൊടുത്തത്. അത് കഴിഞ്ഞ് ദേ പാച്ചുവിന് ഓൺലൈനിൽ ഡ്രസ്സ് വന്നതാണ്, ക്രിസ്മസിനുള്ള ഡ്രസ്സും പിന്നെ എന്തിട്ട് ക്രിസ്മസിന് അവർക്ക് 2 പെയർ ഡ്രസ്സ് വേണം. ഒരു ദിവസം ഗ്രീൻ ആൻഡ് വൈറ്റും ഒരു ദിവസം മറ്റേ ക്രിസ്മസിൻ്റെ ഒരു ഡ്രസ്സും റെഡും അതും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഓൺലൈനിലാണ് വരുത്തിച്ചത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൺലൈനിലാകുമ്പോൾ ഒരു 250 രൂപയുടെ ഉള്ളിൽ കിട്ടും. കാരണം ഇതൊക്കെ ഓരോ പ്രാവശ്യം ആ ഒരു ആവശ്യത്തിന് ഇടണതല്ലേ, അപ്പോൾ അത് അത്രയും മതി എന്ന് പറഞ്ഞിട്ട്. മറ്റേതൊക്കെ നമ്മൾ ക്രിസ്മസിന് എടുത്തത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നല്ല കാശായി തയ്യക്കൂലി കൊടുത്തിട്ടാവും ചെയ്യുന്നുണ്ടാവുക. ഇതാണ് നമ്മുടെ സുബ്രഹ്മണ്യവും രാംകിയും കേട്ടോ. 2 പേരും അത് നല്ല മിടുക്കര. അപ്പോൾ അവർ പറയായിരുന്നു എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പണിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നമ്പർ തരണ്ട കേട്ടോ. തൃശ്ശൂർക്കാരോടാണ് കേട്ടോ, അല്ലാണ്ടുള്ളവർക്ക് പറ്റില്ലല്ലോ. ഇത് നമ്മുടെ തങ്കമണി ഇങ്ങനെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും. ആദ്യം വന്നത് സുബ്രഹ്മണ്യവും തങ്കമണിയും കൂടിയിട്ടാണ്. പിന്നെ അവരുടെ പണി ഇഷ്ടമായപ്പോഴാണ് നമ്മൾ ഇവരോട് തന്നെ വരാൻ പറഞ്ഞത്. അപ്പോൾ അവരുടെ തന്നെ ബന്ധുക്കളായ ഒരാൾ അത് ഭാര്യയും മറ്റേത് എന്തോ ഒരു ബന്ധമാണ്, മാമാന്ന അങ്ങടെ വിളിക്കുന്നത്. അപ്പോൾ ഈ മഞ്ജുളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആൾ വെറുതെ നിൽക്കില്ല. ഈ നിന്ന നേരം കൊണ്ട് മാറാമ്പലടിക്കൽ, പിന്നെ ഓരോ മുക്കുമൂലിയും തട്ടൽ, ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഫുൾ ക്ലീൻ ചെയ്ത് ഇങ്ങനെ എന്താ പറയുക നമ്മൾ പറയില്ലേ ഒന്നും അനങ്ങാണ്ട് ഇരിക്കില്ല എന്ന് പറയില്ല, ചെയ്യുന്ന പണികളൊക്കെ നല്ല വൃത്തിയിൽ ചെയ്യുന്ന പണികൾ. അപ്പോൾ നമുക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളെയാണ് വേണ്ടത്. കാരണം എല്ലാ മുക്കും മൂലയും പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണെത്തുമല്ലോ അവിടത്തേക്കും. ഇപ്പം അത് പറ്റുന്നില്ല. അങ്ങനെ ദേ മോട്ടർ ഓൺ ചെയ്തു, ടാങ്കിൽ വെള്ളം കയറ്റുകയാണ്. അവിടെ കഴുകി കഴിഞ്ഞു, വെള്ളം കയറ്റുകയാണ്. അപ്പോൾ ഇനി ആദ്യം വരണ കലക്കവെള്ളമാണ് എല്ലാം അവിടെ തുറന്നിടാൻ പറഞ്ഞു. എല്ലാം തുറന്നിട്ടു. പക്ഷേ നമ്മൾക്ക് ഇവിടേക്ക് വെള്ളം വരുന്നത് കൊണ്ട് കിച്ചണിൽ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ വലിയ പാട. പിന്നത്തേൽ ഭക്ഷണം വെക്കലൊന്നുമില്ലല്ലോ, വെക്കലും വിളമ്പലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ 2 ആൾ ഈ വശത്ത് മാത്രമാണ് പണിതത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളും വിശദമായിട്ട് കാണാം. നേരത്തെ നിങ്ങൾ കാണുമ്പോൾ നിറച്ച് ചെടിയും ആകെ പച്ചപ്പിലായിരിക്കുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെറുതെ അവിടെ എന്താ പറയുക അവിടെ ഹോളുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല, അതിന് വേണ്ടിയിട്ട് ഓരോന്ന് തിക്കി വെച്ചേക്കായിരുന്നു എന്ന്. അത് കംപ്ലീറ്റ് അങ്ങോട്ട് അടച്ചു മറ്റേ കിണറിൻ്റെ അടിയിൽ. കാരണം അവിടെ ഒന്നുമില്ല ശരിക്ക്. കിണറിൻ്റെയും അതിൻ്റെ ഇടയിൽ വെറുതെ ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ കിടക്കാം എന്നല്ലാണ്ട് വേറെ ഒരു ഉപകാരമില്ല. അപ്പോൾ ചില സമയത്ത് ഈ നച്ചനുണ്ടല്ലോ വലിയ പെരിച്ചാഴി അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ പട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ ബഹളം വയ്ക്കും. അപ്പം ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എന്തെങ്കിലും കാരണവശാൽ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പിന്നെ അതുപോലെ ഇങ്ങനെ കുത്തി മണ്ണിങ്ങനെ പുറത്തേക്ക് ഇടും. അപ്പോൾ ഇതൊന്ന് അടച്ചു കഴിഞ്ഞാൽ അവിടെ സേഫായി. പിന്നെ നമ്മുടെ പിള്ളേർസൊക്കെ വലുതായി വരികയാണ്. അവർ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഓടിക്കുക ചെയ്യുക. ഇനി പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ ശ്രദ്ധ വിട്ടു പോകുന്ന ഒരു പ്രായം വരുമല്ലോ. എപ്പോഴും നമ്മൾ ഇവരെ നോക്കിയിരിക്കില്ലല്ലോ. അപ്പോൾ അവരുടെ സേഫ്റ്റിക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ ചെയ്ത് വെച്ചാൽ പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് എനിക്കും ഡാഡിക്കും ഒരു പൊതിച്ചോറ് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചോറ് എക്സ്ട്രാ വാങ്ങി. പക്ഷേ ഇന്നലെ രാത്രിയിലത്തെ ഫ്രൈഡ് റൈസിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ അത് കഴിച്ചു. ഡിംപിളിന് രാവിലത്തെ വട കഴിച്ചോട് കൂടിയിട്ട് ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് ഞാൻ പതിയുമ്പടി അച്ചാർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഡിവൈൻ്റെ ലൂവിക്ക് അച്ചാർ. അപ്പോൾ പാത്രങ്ങൾ ഇതേ ഇങ്ങനെ ഓരോ സമയത്തേയും കൂടി വരികയാണ്. പക്ഷേ സാരമില്ല, എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മഞ്ജുള കിട്ടിയ സമയത്ത് കിട്ടിയ പണികൾ ചെയ്യുക എന്നുള്ളത്. എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് എടുത്ത് കംപ്ലീറ്റ് കുടഞ്ഞ് വൃത്തിയാക്കി തിരിച്ചവിടെ കൊണ്ടുവയ്ക്കുക, ഇതായിരുന്നു മൂപ്പരുടെ പണി. അപ്പോൾ ഇവിടെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ പാച്ചുവിൻ്റെ പണിയാട്ടോ. അപ്പം നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും അവൻ ഫോണിലിരിക്കുന്നുണ്ട്. അവൻ ശരിക്കും ഫോണിലൊന്നും ചെയ്യില്ല. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഫോൺ എടുത്തിട്ട് ഒരേപോലെ വർക്ക് ചെയ്യിക്കും. എന്നിട്ട് അത് രണ്ടും ഒരുപോലെ അല്ലേന്ന് ഇങ്ങനെ നോക്കും. ഇതാണ് മൂപ്പരുടെ പണിയിട്ടാ. അല്ലാണ്ട് ഇങ്ങനെ വല്ലതും കാണുക അതൊന്നുമല്ല. മൂപ്പർക്ക് ഇങ്ങനത്തെ മെക്കാനിസമാണ് കൂടുതലിഷ്ടം. അങ്ങനെ 2:45. അപ്പോൾ ഞാൻ വിചാരിച്ചു പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാം. പാത്രങ്ങൾ എന്തായാലും കഴുകാൻ പറ്റില്ല, പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നേരത്തോടെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് തന്നെ ഞാൻ 2 ഗ്ലാസ് ചായ വെച്ച് 1 ഗ്ലാസ് ഡിംപിളിനും 1 ഗ്ലാസ് ഞാനും എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഡാഡി പുറത്താണ്, അവരുടെ കൂടെയാണ്. ഇവിടെ പാച്ചുട്ടന് വേണ്ടിയിട്ടുള്ള ക്രിസ്മസ് കാർഡ്, ഹാൻഡ് മെയ്ഡ് ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കുകയാണ്. പിന്നെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണ ഒരു സംഭവമുണ്ട്.
ഇത് ശരിക്ക് കുറേ ലേറ്റായിട്ടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ ചായയുടെ സമയമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് എന്താ പറയുക പറ്റാണ്ടായിട്ട് ഞാനൊന്ന് പോയി കിടന്നു. കാരണം കുറേ ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെ ഒരു 8-9 ദിവസമായിട്ടുണ്ട് ഇതിൻ്റെ പിന്നാലെ. അപ്പോൾ എനിക്കെന്താ പറയുക പറ്റാണ്ടായപ്പോൾ ഞാൻ പോയി കിടന്നു. അപ്പോൾ ഇത് നമ്മളുടെ നെല്ലിക്കയുടെ ലാസ്റ്റ് സ്റ്റേജാണ്. അതായത് 8 മണിക്കൂർ അടച്ച് വെക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ 8 ആയിട്ടില്ല കേട്ടോ, ഒരു 5-6 ഞാൻ ഒരു 9 മണിക്കൊക്കെയാണ് ചെയ്തത്. ഇതിപ്പോൾ എടുക്കുമ്പോൾ ശരിക്കും ഒരു 5 മണിയായിട്ടുണ്ടാവും. അപ്പോൾ 9, 10, 11, 12, 5, 8 മണിക്കൂർ. അപ്പോൾ അതെടുത്ത് ഞാൻ വേഗം പകർത്തി ഒരു ടിഫിൻ ബോക്സിലേക്ക് ആക്കി വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് വന്നിട്ടുള്ളത്. ഇവിടെ ചാന്തി വെച്ചു, അതായത് ഇവിടെ കെട്ടി നിൽക്കുന്ന വെള്ളം നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അത് നമുക്ക് പിന്നെ കാണാം. കാരണം നാളെ എന്തായാലും ഞാൻ ആ ഭാഗങ്ങളൊക്കെ കാണിക്കാം. ഇനി എൻ്റെ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ മുക്കും മൂലയും ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വരാമെന്നുള്ളതാണ്. ഇനി എനിക്ക് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പിള്ളേരുകൾ 2 പേരും എല്ലാ കാര്യങ്ങളും ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്. അങ്ങനെ ഡോൺ വന്നു. അപ്പോൾ പണിക്കാരൊക്കെ പോയി യാത്ര പറഞ്ഞ് പോയിട്ട് അപ്പോൾ അവർ പോണ സമയത്ത് ഞാൻ കെടുക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചില നേരത്ത് പെട്ടെന്നൊന്ന് ഒരു ഓഫായി പോകും ഞാൻ. അപ്പോൾ അങ്ങനെ ഓഫായ നേരത്താണ് അവർ പോയത്. അതുകൊണ്ട് തന്നെ ഡാഡി എന്നെ വിളിക്കാൻ നിന്നില്ല. അപ്പോൾ അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തത് ഡിംപിളാട്ടോ. അങ്ങനെ ഞാൻ വന്ന് വൈകുന്നേരമായപ്പോൾ നമ്മുടെ ഷാജാശ്ശേരി വന്നു. ഷാജാശ്ശേരിനെ നിങ്ങൾക്കറിയാലോ, ഡിംപിൾ ഷാജേട്ട എന്ന് പറയുന്ന ഷാജാശ്ശേരി. അതായത് നമ്മളുടെ ഈ വീട് പണിയുമ്പോൾ നമ്മുടെ ബാബേട്ടനും ഷാജാശ്ശേരിയാണ് മെയിനായിട്ട് നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാപ്പാടറിയുന്നവർ 2 പേര് ഇവരാണ്. ബാബേട്ടൻ വീട് പണിയിച്ചു എന്നുള്ളതും ഷാജു എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ ആശാരിപ്പണികൾ മൊത്തം ഇവനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവനും ഡിംപിളും കൂടിയിട്ടാണ് ഓരോ ഇതിൽ നോക്കി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മരാമത്ത് പണികളും കൂടി ഉണ്ട്. അതായത് ഈ ബാക്കിലത്തെ ഈ കള്ളി ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു കതക് ചതല് പിടിച്ചു, നമ്മൾ കണ്ടില്ല ശരിക്കും. അപ്പോൾ അതൊന്ന് ചെയ്യണം. പിന്നെ ഇതിൻ്റെ നെറ്റ് കണ്ടോ ഹോൾസ് വന്നു, അതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ദ്രവിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റൊന്ന് മാറ്റണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളറിയില്ല. അപ്പോൾ നമ്മളെന്തെങ്കിലും വെച്ച് അതിൽ കൈയിടുമ്പോഴാവും കാണാതെ വെച്ചാൽ വലിയ സ്റ്റോറേജ്. ആ ബോക്സ് ഫുൾ കാലിയാണ്. അപ്പോൾ നമുക്ക് എന്തും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള അത്രയും സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ബോക്സാണത്. അപ്പോൾ അതിൻ്റെ നെറ്റിന് ഓട്ട വന്നതുകൊണ്ട് നമുക്ക് പേടി അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെക്കാനും എടുക്കാനൊക്കെ. അപ്പോൾ ആ നെറ്റ വെച്ചാൽ പരിപാടി കഴിഞ്ഞില്ലേ. അങ്ങനെ ഡിംപിളും ഷാജേട്ടനും കൂടി ഷാജുവിൻ്റെ അനിയൻ്റെ വീട് പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളും കാണിക്കുക. ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പാനൽ വർക്കും പിന്നെ ഫുൾ മൈക്ക കൊണ്ട് തീർത്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ഡിംപിളിനാന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാണാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഷാജി എങ്ങനെയാ വെച്ചാൽ കംപ്ലീറ്റ് ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ പോയതിന് ശേഷം ഞാൻ മറ്റേ കൊള്ളിയും മുട്ടയും കൂടിയിട്ട് ഇന്ന് കഞ്ഞിയും ഇതാണ് വെച്ചേക്കണത്. കാരണം ഞാൻ പറഞ്ഞില്ലേ കൂട്ടാൻ അധികമൊന്നും വെച്ച് പാത്രങ്ങൾ കഴുകാനായിട്ട് എളുപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൊള്ളി അന്ന് വേവിച്ചതിലുണ്ടായിരുന്നു, അത് ഞാൻ ഉടച്ച് വെച്ചു. അത് കഴിഞ്ഞ് ഇതെന്താണെന്ന് വെച്ചാൽ സവോള ഇഞ്ചി ഞാൻ ഇട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് ചുക്കുപൊടി ഇട്ട് വേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇട്ട് കുറച്ച് നാളികേരം ഇട്ടിട്ട് ഞാൻ നന്നായി മുരിഞ്ഞതിന് ശേഷം 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഈ ഉടച്ച് വെച്ച നാളികേരവും കൊള്ളി അതിലിട്ട് മുട്ട മുരിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അത് രസം ഉണ്ടാവില്ല. അങ്ങനെ ആയതിന് ശേഷം ശരിക്കും കുറച്ച് മല്ലിയില ഇടണം. ഞാൻ മല്ലിയില എനിക്കിഷ്ടം ഇടണ്ടെന്ന് തോന്നിയിട്ട്, കാരണം കഞ്ഞിയുടെ കൂടിയാകുമ്പോൾ മല്ലിയില ചേർത്ത് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിലൊഴിക്കുക ചെയ്തേട്ടോ. അത് കഴിഞ്ഞ് രാവിലെ നമ്മുടെ രാധാകൃഷ്ണയിലത്തെ ചമ്മന്തി എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചമ്മന്തി, പിന്നെ ഈ ചമ്മന്തിപ്പൊടി, പിന്നെ നമ്മുടെ ലൂവിക്കച്ചാർ, ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് സുഖമായിട്ട് പയറ് കഞ്ഞിയായിരുന്നു. നല്ല കുറച്ച് പയറൊക്കെ ഇട്ടിട്ട് കുത്തരിയിൽ വേവിച്ച കഞ്ഞി. കുറച്ച് ദിവസമായില്ലേ അതും ഒക്കെ ആയിട്ട്. അപ്പോൾ അതായി. അങ്ങനെ ഞാൻ ഫ്രണ്ടിലേക്ക് വന്നു എൻ്റെ മക്കളുടെ അടുത്തേക്ക്. അപ്പോൾ അവരവിടെ ഇങ്ങനെ എന്താ പറയുക ചെവിടെ ഓർത്തിരിക്കും. ഞാൻ എപ്പോഴും രാത്രിയാകുമ്പോൾ യാത്ര പറഞ്ഞിട്ടാണ് ഞാൻ കിടക്കുക, ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട്. അപ്പോൾ അത് അവരിങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വേഗം പതിവ് തെറ്റിക്കാണ്ട് അവരോടൊരു ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് ഞാൻ പതുക്കെ അകത്ത് കയറി. അപ്പോൾ നിങ്ങൾ എൻ്റെ അകത്തേക്ക് ഒന്ന് നോക്കിയാൽ കാണാം, ഇതുപോലെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവില്ല. അകം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തല്ല, സിറ്റ് ഔട്ടിലും പുറത്തും. അങ്ങനെ ഞാൻ വരുമ്പോൾ ഡിവൈൻ പാത്രങ്ങൾ കഴുകണം. ഞാൻ പറഞ്ഞില്ലേ പരിയപ്പുറത്ത് വേണം കഴുകാൻ, ബാക്കിൽ വാഷ് ബേസിനിലാണ് കഴുകണം, കിച്ചണിൽ കഴുകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് എന്താ പറയുക
അവരൊക്കെ പോയതിന് ശേഷം ഞാൻ ദേ പട്ടിക്കൂടിൻ്റെ അവിടേക്ക് എനിക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ ശീലം. പട്ടിക്കൂടിൻ്റെ അവിടെ വന്ന് അവരോടൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടല്ലേ പോവാറ്. ഇപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ കേട്ടോ. അതായത് ആ മുക്കിൽ നിന്നുള്ള ആ പലക ഒരെണ്ണം ഒടിഞ്ഞപ്പോൾ ഞാൻ മൊത്തം ഇങ്ങോട്ട് മാറ്റി. അപ്പം നമുക്ക് അവിടെയൊക്കെ അടിച്ച് കഴുകാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ 3 കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ, ഇനി 3 പേരല്ലേ ഉള്ളൂ, അവർക്കത് ധാരാളമാണല്ലോ. അങ്ങനെ ഈ വശമൊന്നും ഇപ്പം കാണാൻ പറ്റില്ല, ഇരുട്ടാണ്. പിന്നെ അവിടെ മുഴുവൻ ചാന്തിട്ടേക്കാം, അപ്പോൾ എനിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ ഫുള്ള് കഴിഞ്ഞ് ഡിവൈൻ വാഷ് ബേസിനടക്കം കഴുകി. അപ്പോൾ കുട്ടികൾ മറ്റേ കുപ്പി തിളപ്പിച്ച ചൂടുവെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയാലും പകലായാലും ഈ ചൂടുവെള്ളം നേരെ വാഷ് ബേസിനിലേക്ക് പതുക്കെ ഒഴിക്കുക ചെയ്യുക. കാരണം എപ്പോഴും പറയും നമ്മളുടെ ഈ മറ്റേ പൈപ്പൊക്കെ അടയുക, നെയ്യൊക്കെ ചെന്നിട്ടാണ് നമ്മൾ ഇറച്ചി കഴുകണ വെള്ളം, അതിൻ്റെയൊക്കെ നെയ്യ് അടിഞ്ഞിട്ട് കട്ടയായിട്ടിരിക്കുക. അപ്പോൾ ഇളം ചൂടുവെള്ളം ഒഴിക്കണത് എപ്പോഴും നല്ലതാണെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതൊഴിക്കും. പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ പട്ടിയുടെ ഇറച്ചിയൊക്കെ നമ്മൾ വേവിക്കണതല്ല, അപ്പോൾ എന്ത് തന്നെയായാലും നെയ്യുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളെപ്പോഴും ഒരു ഇളം ചൂടുവെള്ളം ഒഴിക്കും കേട്ടോ. കുട്ടികളുടെ കുപ്പി കഴുകിയ വെള്ളം, കുപ്പി തിളപ്പിച്ച വെള്ളം നമ്മൾ പതുക്കെ അതിലേക്ക് ഒഴിക്കും. അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വയ്യാണ്ടായി, എന്നാലും സാരമില്ല, എല്ലാതും എനിക്ക് ഭയങ്കര സംതൃപ്തിയായി. കാരണം എല്ലാം മുക്കും മൂലയും ഒതുങ്ങി മുറ്റത്ത്. മറ്റേത് എനിക്ക് മുറ്റത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നമ്മളുടെ ഈ നെല്ലിക്ക ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചേക്കാം. കാരണം ഇങ്ങനെ പുറത്ത് വെക്കാനായിട്ട് എനിക്ക് ധൈര്യമില്ല. മധുരല്ലേ, എന്തെങ്കിലും ഉറുമ്പോ കാര്യങ്ങൾ വന്നാൽ. അപ്പം ഞാൻ തൽക്കാലം ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു കുട്ടികളോട് നേരത്തോടെ ഭക്ഷണം കഴിച്ചു വന്നു. പക്ഷേ ഡിവൈൻ ഇന്ന് കളരാത്രിയാവും. കാരണം തോമു കുറച്ച് 4 മണിക്ക് അങ്ങോട്ട് ഉറങ്ങിയിട്ട് കുറച്ച് നേരത്തെ എണീറ്റുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 10:10 നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നവരോട് ഞാൻ പറയുന്നു, 2-3 ദിവസമായിട്ട്, 2-3 ദിവസമല്ല, ഒരു 8-9 ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മറുപടി തരാനോ ഒന്നും ചെയ്യാനോ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ തിങ്കളാഴ്ച തൊട്ട് ഞാൻ ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച തൊട്ട് നിങ്ങൾ എന്താ പറയുക, എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞോ, പണ്ടത്തേക്കാൾ ഉഷാറായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷം കഴിഞ്ഞു. നാളെ സൺഡേ ആണ്. എന്തൊരു വേഗം ഒരാഴ്ചയായത്. അപ്പോൾ നാളെ സൺഡേയിലത്തെ വിശേഷം, പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. കാരണം ഈ കൊണ്ടുവന്ന സാധനങ്ങളും മുറ്റത്ത് കിടക്കുന്നതൊക്കെ ഒന്ന് ഒതുക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ സേവനവാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. നമുക്ക് പണ്ടൊക്കെ സേവനവാരം എന്നല്ലേ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നാളെ ഞാൻ വിശദമായിട്ട് പണി കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞായറാഴ്ചയാണ് നാളെ. എല്ലാവരും അടിച്ചു പൊളിക്കുക, എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.